എടുത്തിട്ട് വായോ. നമ്മളെ കുഴപ്പമില്ല. അപ്പത്തുനിന്ന് പട്ടത്തട്ട് എടുത്ത് തരേട്ടാ. ഞാൻ പട്ടത്തണ്ട്. അപ്പോഴേ ഇന്ന് ഉണ്ടാക്കണതില്ലേ, എനിക്കും സുകന്യയ്ക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് കേട്ടോ. നമുക്കിവിടെ എപ്പോഴും കിട്ടാറില്ല, എപ്പോഴെങ്കിലേ കിട്ടാറുള്ളൂ കേട്ടോ. പക്ഷെ കിട്ടിക്കഴിഞ്ഞു വെച്ചല്ലേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ്. എന്താ കുട്ടികളൊക്കെ കുറച്ച് കഴിക്കുള്ളൂ, പക്ഷെ ഞാനും സുകന്യ നന്നായി കഴിക്കും കേട്ടോ. ഏട്ടൻ എപ്പോഴും പറയും എൻ്റെ അടുത്ത് ഇത് കഴിക്കാൻ പാടില്ല, അത് വല്ലാണ്ട് കഴിക്കാൻ പാടില്ല എന്ന്. അപ്പോൾ അതെന്താന്നൊക്കെ കാണണ്ടേ. അപ്പോൾ നമുക്കില്ലേ ആദ്യം അടുപ്പ് കത്തിക്കട്ടെ കേട്ടോ. നമ്മൾ കുറേ ദിവസമായി അടുപ്പ് കത്തിച്ചിട്ട്, കുറേ ദിവസമല്ല, ഇപ്പോൾ ഒരു 3 ദിവസമൊക്കെ ആയിട്ടാ. ചുക്കുവെള്ളം ഗ്യാസിൽ എന്തെങ്കിലും വെക്കുള്ളൂ, ചോറ് പിന്നെ അവിടെ അടുപ്പിൽ വെക്കില്ലേ. ഈ അടുപ്പ് കൂട്ടിയിട്ട് 3-4 ദിവസമായി. അപ്പം അതിൽ ഫസ്റ്റ് തന്നെ നമുക്ക് കുറച്ച് ചുക്കുവെള്ളത്തിന് വെക്കട്ടെ. ചുക്കുവെള്ളം ആവുമ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള പണികളൊക്കെ കഴിയും. ഇത് കത്തിക്കാൻ നല്ല സുഖമാണ്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ അവിടെ ഇതിൽ ഒരു അളവിനെയാണ് നമുക്ക് ചോറ് വയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ ആകുമ്പോൾ വലിയ ചെമ്പൊക്കെ വയ്ക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അതിൽ തന്നെയാണ് നമ്മൾ ചോറ് വയ്ക്കുക. ഞാൻ വെള്ളം എടുത്തിട്ട് വരാം. ഇതിലില്ലേ കണ്ണീര് പോലെ വെള്ളം വരുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ പൈപ്പിൽ വെള്ളമുള്ള സമയത്തൊക്കെ പൈപ്പിൽ ടാങ്കിൽ കയറ്റിയിട്ടേ ഇപ്പോൾ കുറച്ച് വെള്ളമുള്ളൂ കേട്ടോ. നമുക്ക് തിരുമ്പാനൊക്കെ ഇനി പുറത്തേക്ക് പോകേണ്ടി വരും. അച്ചുട്ടിയേ എന്താ വെയിലിൻ്റെ ചൂട്. നമ്മുടെ അച്ചുട്ടിക്ക് തലവേദനയായിട്ട് അച്ചു പോയില്ല കേട്ടോ. ഞാൻ ഇത് കൂടെ കേട്ടോ ചെയ്യാറ്. മറ്റേ കടലാസം കൂടെ ഇട്ട് വിളക്ക് കാണല്ല, മണ്ണെണ്ണ വിളക്ക്. അപ്പോൾ അവിടെ കത്തു അവിടെ ഒന്നുമില്ല അമ്മ. എൻ്റെ പേപ്പർ പോലെ പൊന്നുണ്ട് താഴെ. കത്തി ഇത്രയേ വേണ്ടു. പുക വന്നു വന്നു. ഇത്രയേ ഉള്ളൂ കേട്ടോ. അതാ പറയുമ്പോൾ കണ്ട ഇത് കത്തിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ചെമ്പ് നമ്മൾ ഇവിടെ സ്ഥലപരിമിതിയും പിന്നെ നമുക്കപ്പോൾ ഒന്ന് നോക്കിയില്ല. ഇത് 1.5 കിലോ അരി വയ്ക്കണ അങ്ങനെ എന്തോ അളവ് പറഞ്ഞു കേട്ടോ. വലിയ പാത്രങ്ങൾ വെച്ചാൽ ചിലർ പറഞ്ഞു എന്താ വേഗം കേട് വരും എന്ന് പറഞ്ഞേ. നമുക്കാണോ എന്ന് വെച്ചാൽ എല്ലാവരും പാടെ ആകുമ്പോൾ നമുക്ക് വലിയ പാത്രം വേണ്ടേ. ഒന്ന് നന്നായി കത്തിപ്പിടിച്ചിട്ട് പോവാ. നമുക്ക് ഈ ഒരു അടുപ്പ് മാത്രമേ നമ്മൾ കത്തിച്ചിട്ടുള്ളൂ കേട്ടോ. ഈ ഒരു അടുപ്പ് നമ്മൾ കത്തിച്ചിട്ടേ ഇല്ല. അപ്പോൾ ഇത് കത്തിക്കാച്ചാൽ ഇതിങ്ങനെ അഴിച്ചിട്ട് മാറ്റിയാൽ മതി എന്ന് കുറേ പേര് കമൻറ്റിൽ കൂടെ പറഞ്ഞു തന്നു കേട്ടോ. ഒരുപാട് നന്ദി അത് പറഞ്ഞു തന്നതിന്. കാരണം നമ്മൾ ഇവിടെ ഈ അടുത്ത ഭാഗത്തൊക്കെ എല്ലാവരും ഈ ഒരു അടുപ്പ് തന്നെ കത്തിക്കുള്ളൂ. ബാക്കി ഈ അടുപ്പ് കത്തിക്കുകയില്ല. നമുക്ക് പെട്ടെന്ന് ചൂടാവും ചെയ്യണ്ടാവൂലേ. ഇതിത്തെ ചൂടും ഇതിക്ക് ഇറങ്ങുമല്ലോ. അപ്പോൾ ഇനി പെട്ടെന്നൊക്കെ നമുക്ക് തിരക്കൊക്കെ ഉള്ള സമയത്ത് അങ്ങനെ ചെയ്യാമല്ലോ അല്ലേ. നമുക്കാണ് ഇപ്പോൾ വെള്ളത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ ബുദ്ധിമുട്ടല്ല കേട്ടോ. വെള്ളം കനാലിൽ എന്താണാവോ വെള്ളം വരാത്തത്. കനാലിൽ വെള്ളം വന്നാൽ കുറേ സമാധാനം. ഇവരൊക്കെ ഇല്ലേ കുളിക്കുമ്പോൾ എത്ര വെള്ളം വേണം പറഞ്ഞിട്ടാണ്. കുളിക്കുമ്പോൾ മാത്രമല്ല ബാത്റൂമിലേക്ക് പോകാനും ഒക്കെ ഭയങ്കര തോനെ വെള്ളം വേണ്ടേ. തീ കത്തിപ്പിടിച്ചു. ആരോ വന്നിട്ടുണ്ട് അവിടെ വർത്താനം പറയാൻ. സ്നേഹിച്ച മത്സരമ്മയ്യോ ഫംഗ്ഷന് വരാൻ പറ്റാത്ത കുറച്ച് കൂട്ടുകാരുണ്ടേ. അപ്പോൾ അവർ ഞായറാഴ്ച വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എല്ലാവരും പാടെ കൂടിയ ഫാമിലി ആയിട്ട് ഒരു 10-15 പേരുണ്ടാവും. ഞായറാഴ്ച വരാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ വരുമ്പോൾ വിളിച്ചു പറയണേ എന്നുള്ളത്. എന്താണെന്നറിയോ, നമുക്ക് അവർ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ടേ. അപ്പോൾ അത് പറഞ്ഞാലല്ലേ അറിയുള്ളൂ. അല്ലെങ്കിൽ എങ്ങനെ അറിയാലച്ചു. അല്ലെങ്കിൽ നമ്മുടെ വളപുറത്ത് പുളിയൊക്കെ കൂട്ടി ചോറിനിട്ട് പോകേണ്ടി വരും. ഇന്ന് വരുന്നുണ്ടേ. ആരാ വരണ്ട് നിനക്ക്? ആരാ നിനക്ക് വരണ്ട്? എന്താണ് അച്ഛൻ പണിയെടുത്തിട്ടാ വരുന്നുണ്ട്? അച്ഛൻ്റെ കൂട്ടുകാരി വരുന്നുണ്ട്. ഇത്ര അമ്മേ ഓ മടാൾ അവിടെ ഇന്നില്ല അച്ചു. കയ്യും കാലും കേട് വരുത്തണ്ട. ആകെ ഇതിലൊരു സങ്കടമായി തോന്നി. എന്താണെന്നറിയോ, ഈ കാവി എത്ര നമ്മൾ തുടച്ചിട്ടും തുടച്ച കളർ വരുന്നില്ല. അതാ
ദാ അച്ഛമ്മ അവിടെ ചൂല് ചീന്താണ്. അത് പൊന്നൊക്കെ പറത്തിട്ടൂന്ന്. ഞാൻ ചീന്തിയ ചൂട്. നീ ചീന്തിയ ചൂലോ? ആ ഞാൻ പകുതി ചൂട്. പകുതി ചൂല് നീയാ ചീന്തിന്നോ? ഇതാണോ? ആ ചകിരി പറഞ്ഞ എന്താ ഇതാട്ടോ. ചെറിയുള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി. ചെറിയുള്ളി ഇടാ. അതേ എന്ത് അളവിൽ പച്ചമുളകും. ചെറിയുള്ളി മാത്രം എടുത്താൽ മതി. ചെറിയുള്ളി എൻ്റെ ഇല്ല കേട്ടോ, മൊത്തമായിട്ട് എടുക്കാൻ. അപ്പോൾ ഇതൊന്ന് നുറുക്കിയെടുക്കട്ടെ കേട്ടോ. ഈ ചുരിദാറൊക്കെ കേട് വന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ വീട്ടിലും കൂടി നിന്നിട്ട് മുതലാക്കിയിട്ട് വേണം കളയാൻ. അപ്പോൾ പിന്നെ ഇത് നമ്മളെവിടേക്കെങ്കിലൊക്കെ പോകുമ്പോൾ ഇതിങ്ങനെ ഇട്ടിരുന്ന 450 രൂപയ്ക്ക് അടിപൊളിയായിട്ട് മുതലായി. ഇതിൻ്റെ പാൻറ്റും ഷാളും അതിനെ പറയുന്നത് 450 രൂപയ്ക്ക് ഇത് മുതലായി കേട്ടോ. കുറേ ഇല്ലേ നമ്മളിത് എടുത്തിട്ട്. പിന്നെ ഇത് നമുക്ക് വീട്ടിൽ മേമൊന്ന് കൈ മുറിച്ചേ. ഈ കത്തിയും കൊണ്ട് എന്ത് മുറിച്ചത് ഇപ്പൊ മനസ്സിലായില്ലേ? ഇപ്പൊ ചോരുള്ള ശരീരാണെന്ന്. വെള്ളല്ലേ വരിക ശരിക്കും. പുതിയ അറിവാണ് സുകന്യയുടെ. എൻ്റെ വെള്ള കളറാട്ട വരിക. അപ്പം എനിക്ക് നല്ല ചോരണ്ട്. ഒരു സുകന്യ ഒരു ഇൻസ്റ്ററിൽ ഒരു അപ്പക്കുട്ടനോ എന്ത് കുട്ടനാ സുകന്യ ചതച്ചിട്ട് വരുമോ? ഇവിടെ ചതയ്ക്കാനുള്ള സാധനമില്ല. മിക്സിയിൽ പറ്റില്ല, കറണ്ടില്ല. ഒരു ഞാനും നെയ്യൊക്കെ നിറച്ചു. അത് ഡയലോഗ് സൂപ്പറായി. ഒന്നും കൂടി പറഞ്ഞു. അച്ഛനില്ലേ മൈഗ്രെയിൻ്റെ തലവേദന ഉള്ളത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അച്ഛന് തലവേദനയാണ് കേട്ടോ. ഈ ചൂട് കൂടിക്കഴിഞ്ഞാൽ എനിക്കും ഉണ്ട്. എനിക്ക് നല്ല തലവേദനയായിരുന്നു. ഞാൻ എന്നിട്ട് പിന്നെ വേഗം ഗുളികയൊക്കെ കഴിച്ചു. ഇതാ ചെറിയുള്ളി മാത്രമാണോ വെച്ചാൽ എന്തോ ഒരു ടേസ്റ്റ് വെച്ചിട്ടാണ്. പക്ഷേ ചെറിയുള്ളി നേരെ കണ്ടൊരു ബുദ്ധിമുട്ട് ചില്ലറയില്ലല്ലോ. ഇന്നലെ കരിമ്പൻ ജ്യൂസ് കൊണ്ടുവന്നിരുന്നേ അനിയനെയും വൈകുന്നേരം ആകുമ്പോഴേക്കും. എന്തോ ഒരു ടേസ്റ്റാണ്. ഇന്ന് നമുക്കില്ലേ എവിടേക്കെങ്കിലൊക്കെ ഒന്ന് പോകണം എന്നൊക്കെ വിചാരിക്കും. ഈ വെയിലത്ത് എവിടേക്ക് പോകാൻ തോന്നുന്നു? എവിടേക്കാ പൊന്നെ പോണ്ട്? അയ്യപ്പ കാണാൻ. പൊന്നൂന് പിന്നെ അയ്യപ്പനെ മാത്രം കണ്ടാൽ മതി. എൻ്റെ പൊന്നു മുണ്ടിയാ പറയട്ടോ എവിടേക്കാ പോകേണ്ടി വെച്ച് കഴിഞ്ഞാൽ അയ്യപ്പ കാണാൻ പോകണം പറയും. എൻ്റെ കുട്ടിക്ക് എന്തോ ഒരു ഇഷ്ടമാണെന്നറിയാം അയ്യപ്പനെ കാണാൻ. നമുക്ക് അയ്യപ്പനെ കാണാൻ പോണേലേ. നീ ഞങ്ങളുടെ ഇവിടെ പൂരം തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ പോക്കന്നല്ലേ. 12-ാം തീയതി ഒന്ന്, 13-ാം തീയതി ഒന്ന്, 13, 14, 15 വേറെ. പൊളിച്ചു. ഏട്ടൻ കുറച്ച് ചുക്കുവെള്ളപ്പൊടി ഇട്ടാൽ മതി പറഞ്ഞിട്ട് ഞാൻ കുറച്ച് ചുക്കുവെള്ളപ്പൊടി ഇട്ടുള്ളൂ. കാരണം ഏട്ടൻ ഈ കളറില്ലേ, കളർ കാണുമ്പോൾ ഭയങ്കര ഒരു എന്താ കഷായം കുടിക്കണ പോലെയാണെന്ന് പറഞ്ഞിട്ട്. ഇതാണ്ടോ വെള്ളം തിളപ്പിക്കുക മാത്രമായിട്ട് ഒരു പേരിന് നമ്മൾ ചുക്കുവെള്ളപ്പൊടി ഇട്ടു കേട്ടോ. നമ്മളിതിങ്ങനെ തിളച്ച് ഇത് വാങ്ങി വയ്ക്കുകയാണ് കേട്ടോ. ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ തന്നെ വെക്കാമല്ലോ. അയ്യോ കണ്ടോ ഇത്ര നേരം ഇത്രയേ ഉള്ളൂ. ഞാൻ വിചാരിച്ചു തോന്നുന്നുണ്ടെന്ന്. ഞാൻ നേരേക്കുമ്പോൾ തോന്നുള്ള പോലെ തോന്നി. അപ്പോൾ നമ്മുടെ ചിക്കൻ പാർട്സ് എന്താണ് സ്പെഷ്യലി എന്ന് പറഞ്ഞില്ലല്ലോ. ഇതാണ് കേട്ടോ സ്പെഷ്യലി ചിക്കൻ പാർട്സ്. കണ്ടോ ചിക്കൻ പാർട്സ്. അത് നേരേക്കിട്ടൊന്നല്ല കേട്ടോ തരിക. ഇത് നമുക്ക് കടയിൽ നിന്ന് കിട്ടിയതല്ല കേട്ടോ. എന്താ നമ്മുടെ ഇവിടെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ നിസാർ വന്നില്ലേ. ഞാനപ്പോൾ നിസാറിൻ്റെ അടുത്ത് ആദ്യമേ പറഞ്ഞിരുന്നു നിസാറെ ഓർഡർ ഉണ്ടാകുമ്പോൾ കുറച്ച് ചിക്കൻ പാർട്സ് തരണം കേട്ടോ എനിക്ക് എന്നുള്ളത്. അപ്പം അങ്ങനെ തന്നതാണ് കേട്ടോ. നമ്മളൊരു പ്രാവശ്യം കല്ലടിക്കോടുന്ന് ചിക്കൻ പാർട്സ് വാങ്ങി. അത് വാങ്ങിയില്ലേ അതിൽ ചങ്ക് ചിറകിൻ്റെ ആ ഭാഗം ഒക്കെ ഉണ്ടായിരുന്നു. എന്താ കരളും വാങ്ങി കമ്മിയായിരുന്നു അല്ലേ സുനി? നമുക്കില്ലേ എല്ലാവർക്കും ഇഷ്ടമാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. എനിക്കിഷ്ടമല്ല ഈ കോഴിയുടെ ചങ്ക്.
എനിക്കാണെങ്കിലോ എങ്ങനെ പോയാലും എനിക്കില്ലേ ആ ചങ്ക് കിട്ടിക്കഴിഞ്ഞു വെച്ചാൽ എനിക്കത് കഴിക്കാനുള്ളൊരു മൂഡ് പോവും. എൻ്റെ വലിയേട്ടന് ഭയങ്കര ഇഷ്ടം ആ എല്ലിങ്ങനെ കടിക്കാൻ. കിട്ടുമ്പോഴൊക്കെ അതെൻ്റെ കിട്ടുള്ളൂ. എണ്ണ ഒഴിച്ചിട്ട് ഇതാ വലിയുള്ളി ചെറിയുള്ളിയും പാടെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കട്ടെ. നമ്മുടെ ചട്ടിയിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല അല്ലേ, ചട്ടിയിൽ ഉണ്ടാക്കാം കേട്ടോ. നമുക്കിനി ഓരോരോ കുക്കിങ് അവിടുന്ന് ആ ഒരു പട്ടത്തണ്ട് എടുത്തിട്ട് വരും. ഓരോന്ന് ഉണ്ടാക്കണം. ഇനി എന്താ കുക്കറിൽ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വലിയ കുക്കർ വാങ്ങിത്തരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് വെക്ക് വലിയ കുക്കർ വേണേനു ലേസു. കാരണം എനിക്ക് എളുപ്പം തോന്നി, നല്ല എളുപ്പമാവും ചെയ്തു. നല്ല രസം ഉണ്ടായിരുന്നില്ലേ അന്നത്തെ ബിരിയാണി? ഞാൻ കഴിച്ചില്ല കേട്ടോ. സുകന്യയ്ക്കും കുട്ടികൾക്കും ഏട്ടൻ തന്നെ കഴിക്കാൻ കിട്ടിയുള്ളൂ. പിന്നെ എനിക്ക് ഒന്നാമത് ബിരിയാണി വേണമെന്നുണ്ടായിരുന്നില്ല. അതിൻ്റെ 2 ദിവസം മുമ്പ് അല്ലേ ഞാൻ ബിരിയാണി കഴിച്ച്. ഞങ്ങൾ പുറത്ത് പോയപ്പോൾ ബിരിയാണി കഴിച്ചു തന്നു. സുകന്യ പിന്നെ കഴിച്ചിട്ട് കുറച്ചായില്ലേ. എന്ത് അതൊന്നാ പറയണ്ടേ ബിരിയാണി? അമ്മ പറഞ്ഞില്ലേ അപ്പൊ കുക്കറിലാണ് ഉണ്ടാക്കിയത്. മുട്ട കൊടുത്തില്ലേ? മുട്ട അതിന് ഞാനില്ലേ തികയില്ല. എനിക്ക് നല്ലതുണ്ടായിരുന്നു കേട്ടോ. തികയില്ല എന്നുള്ളത് പിന്നെ നമ്മുടെ കുക്കർ ചെറുതല്ലേ. പിന്നെ ഒരു ചെമ്പ് ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഞാൻ ഇനി ഞായറാഴ്ച ഉണ്ടാക്കാം അല്ലേ. ഞായറാഴ്ച കുറച്ച് ബീഫ് വാങ്ങിയിട്ട് വരണം. കുറേ ആയിട്ടോ നമ്മൾ ബീഫ് കഴിച്ചിട്ട്. അപ്പോൾ ഇനി കുറച്ച് ബീഫ് കൊണ്ടുവന്നിട്ട് തേങ്ങാച്ചോറ് ഉണ്ടാക്കണില്ല കേട്ടോ. തേങ്ങാച്ചോറ് അടുത്ത ഞായറാഴ്ച നമ്മുടെ ഇവിടെ എന്ത് നേർച്ചയമ്മ? ഓടമല നേർച്ചാലേ. ഓടമല നല്ല വാടി വന്നപ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടു. ഇവിടെ നമ്മളില്ലേ കുറച്ചുണ്ടാക്കിയാൽ നമുക്ക് തികയേയില്ല കേട്ടോ. എന്ത് സാധനമാണോ ചിലപ്പോൾ അത് ചിക്കൻ പാർട്സ് കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ തികയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളൊക്കെ ഉള്ളത് കൊണ്ട് നമുക്കറിയാലോ നിങ്ങൾക്ക്. പക്ഷേ ഈ ചിക്കൻ പാർട്സ് ഇല്ലേ ചില കുട്ടികൾക്ക് ഇഷ്ടമല്ല. മണ്ണ് പോലെ അറിയും, അങ്ങനെ കഴിക്കില്ല കേട്ടോ. അമ്മൂട്ടിക്കൊന്നും അത്ര പിടുത്തേയില്ല. അച്ചൂട്ടി കഴിക്കില്ല. അമ്മ ഒരു പ്രത്യേകത കേട്ടോ. അമ്മൂന് നാടൻ കോഴി പറ്റില്ല, ബീഫ് പറ്റില്ല, പന്നി പറ്റില്ല, അവൾ ആട് കഴിക്കില്ല. അങ്ങനത്തേക്കൊരു സ്വഭാവം. അച്ചു ആട് കഴിക്കില്ല. നമ്മൾ ആടൊക്കെ വാങ്ങിക്കഴിഞ്ഞ വെച്ചാൽ നമുക്ക് സങ്കടം വരും. എന്താ വെച്ചാൽ ഇവരൊന്നും കഴിക്കാത്തത് കാണുമ്പോൾ. നാളെ ബിരിയാണി ഉണ്ടാക്കിയതിൻ്റെ കാര്യം പറയുക കേട്ടോ. നമ്മളതുകൊണ്ട് എപ്പോഴും ബിരിയാണി ഉണ്ടാക്കുമ്പോൾ തോനെ ഉണ്ടാക്കും. അന്നിപ്പോൾ കുട്ടികൾക്ക് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കിയതാ. ഇനി ശനിയാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ചയേ ഉള്ളൂ നമുക്ക് ബിരിയാണി ഉണ്ടാക്കണം അല്ലേ ആടൊന്നും എപ്പോഴൊന്നും വാങ്ങൽ നടക്കില്ല കേട്ടോ. എപ്പോഴെങ്കിലും എപ്പോൾ നമ്മൾ വീഡിയോ ഇട്ടില്ലേ കഴിഞ്ഞ കൊല്ലം മറ്റും വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ നല്ല പൂതി കയറുന്ന സമയത്ത് നമ്മൾ വാങ്ങുള്ളൂ. അത് വാങ്ങിക്കഴിഞ്ഞു വെച്ചാൽ കുട്ടികൾ കഴിക്കില്ല പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വാങ്ങാൻ തോന്നുമോ? അങ്ങനെ ഓരോ മക്കൾക്ക് ഓരോ ഇഷ്ടമല്ലേ. ഇതാട്ടോ നല്ല പോലെ നമ്മുടെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് പൊടികളില്ലേ. ഇതിൽ ചിക്കൻ മസാല, മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി എടുത്തിട്ടുള്ളൂ. കുരുമുളക് പൊടി കൂടുതൽ എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി കേട്ടോ. പിന്നെ ഈ ഒരു തക്കാളി. നമ്മുടെ ഇവിടെ ഫംഗ്ഷൻ്റെ സമയത്തേ തലേ ദിവസം തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിക്കൻ പാർട്സ് ഞങ്ങൾക്ക് വേണം കേട്ടോ എന്നുള്ളത്. എന്നിട്ട് ഞങ്ങൾ രാവിലെ അമ്മയല്ലേ നേരേക്ക്, തലേ ദിവസം അമ്മയല്ലേ നേരേക്കിയത് അല്ലേ? വീട്ടിലത്തെ അമ്മ തലേ ദിവസം നേരേക്ക്. എന്നിട്ട് അമ്മേനെ വെച്ച് വീട്ടിലത്തെ അമ്മ വെച്ച് കേട്ടോ. പിറ്റേ ദിവസം സുകന്യ വെച്ച് നേരേക്ക്. വീട്ടിലത്തെ അമ്മയ്ക്കില്ലേ എന്തോരം ഇഷ്ടമാണെന്നറിയാം വെക്കാൻ. അമ്മ നേരേക്ക് കൊടുത്തപ്പോഴേക്കും ഇങ്ങോട്ട് കൊണ്ടുപോവാ അമ്മ വേഗം ഉണ്ടാക്കി തന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ സമയത്ത് 2 ദിവസം നല്ല അമ്മയ്ക്ക് കുക്ക് ചെയ്യേണ്ടി വന്നില്ല. അമ്മ ഉണ്ട് പറഞ്ഞ വെച്ചാൽ എനിക്ക് അധികം കുക്ക് ചെയ്യണ്ട കേട്ടോ. അമ്മ വീട്ടിൽ അമ്മ വന്നു കഴിഞ്ഞു വെച്ചാൽ അമ്മയൊക്കെ ചെയ്യും, എല്ലാം ചെയ്യും. എല്ലാം നല്ല തുണി തിരുമ്പോലും ഒക്കെ ചെയ്യുന്നിട്ടറിയാം. നമ്മൾ പൊടികളൊക്കെ ഇട്ട് കൊടുത്തു. അതിൻ്റെ കൂടെ നമ്മളില്ലേ ഈ തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടേ. തക്കാളി കുറച്ച് നേരത്തെ ഇടേണ്ടതായിരുന്നു കേട്ടോ. വർത്താനത്തിൻ്റെ ഇടയിൽ ഞാൻ തക്കാളി ഇടാൻ മറന്നുപോയി. തക്കാളി ഇട്ട് കൊടുത്തു. നമ്മൾ കഴുകി വൃത്തിയാക്കിയ പാർട്സ് ഇട്ട് കൊടുക്കട്ടെ. കറിവേപ്പില അവിടെ ഉണ്ടല്ലോ.
ഞാൻ എടുത്തില്ല അത്. ഇതാട്ടോ. ഇതിക്ക് നമുക്കില്ലേ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വേണമെങ്കിൽ ഒഴിച്ച് കൊടുത്താൽ മതി. നമ്മൾ കുറച്ച് വരട്ടിയ പോലെയല്ല, കുറച്ച് ഗ്രേവിയുമാണ് കേട്ടോ. കുറച്ച് പറഞ്ഞാൽ ഒരു കുറച്ച് നമ്മളെ ഉള്ളി വാട്ടുമ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, അതിനും പറഞ്ഞില്ല. ഇനി കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കല്ലുപ്പില്ലേ കഴിഞ്ഞേക്കണു, കല്ലുപ്പാണ് അധികം എടുക്കുക. പൊടിയുപ്പ് എന്തിനാണെന്ന് അറിയോ നമുക്ക്? ഈ കോഴിമുട്ടയൊക്കെ പൊരിക്കുന്ന സമയത്തേ. പക്ഷെ കല്ലുപ്പിനേക്കാളും നല്ല പൊടിയുപ്പ് അത്രേ. കല്ലുപ്പ് അത്ര നല്ലത്, പൊടിയുപ്പ് അത്ര നല്ലത് എന്നല്ല അറിയുന്നത്. പൊടിയുപ്പിനേക്കാളും നല്ല കല്ലുപ്പാണെന്ന് വീട്ടിൽ അമ്മ പറയാറുണ്ട് കേട്ടോ. ഇതാ പടക്കോ, കണ്ണാ കണ്ണാ ഓടിവാ പൊന്നൂസേ. ഞാൻ തന്നെ സെലക്ട് ചെയ്ത്. അവളെന്നെ പൊട്ടിച്ച്. അവളുടെ കാല് നോക്കിയൊക്കെ ഉണ്ട്. ഈ കാല് വിള്ളിനെ എന്തെങ്കിലും മരുന്നറിയാച്ച ഒന്ന് പറഞ്ഞു തരും. സുകന്യയുടെ കാലില്ലേ ഈ സമയമാകുമ്പോഴേക്കും നല്ല വിണ്ട് ഇങ്ങനെ ഇതാവും കേട്ടോ. നമുക്ക് കാണുമ്പോൾ നമുക്ക് തന്നെ സങ്കടം തോന്നും. എന്താ സുകന്യ അത് ചെയ്യാ? അത് സാരല്ലടി. പിന്നെ നിങ്ങളുടെ എനിക്കൊരു സന്തോഷ വാർത്ത പറയാണ്ട് കേട്ടോ. ഒരു 2-3 ദിവസം കഴിയട്ടെ എന്നിട്ട് പറയാലേട്ടാ. അയ്യോ കറിവേപ്പില സുകന്യേ, ആ ഇഡ്ഡലി ചെമ്മിന്റെ അടപ്പില്ലേ കണ്ടോ, ഇതിന്റെ ഉള്ളിലുണ്ട്. അതെടുക്ക്, ഇതൊന്ന് അടച്ച് വെച്ചിട്ട് കഴിക്കാൻ. നല്ല കാറ്റ് വീശുണ്ട് കേട്ടോ. നല്ല കാറ്റ് വീശുമ്പോ എന്താണെന്നറിയോ പ്രശ്നം? എന്താണെന്നറിയോ? തീ അങ്ങോട്ടും ആഞ്ചി കണ്ട അങ്ങോട്ട് നോക്കി നോക്കി കാണില്ലേ എന്താ കാറ്റ് വീശണതിന്റെ. എന്താ ഇവിടുന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞ വെച്ചാൽ നമ്മുടെ ആ ചെടി എന്ത് ചെടിയാന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. പക്ഷെ അതിന്റെ പൂ കാണാൻ നല്ല ഭംഗിയുണ്ട് കാണാന്. ചീമക്കുന്ന ഇന്നിങ്ങനെ വെള്ളം കിരിഞ്ഞിറങ്ങും. നമുക്ക് എന്താ വെച്ചാൽ കുറച്ചൊരു ഗ്രേവി ടൈപ്പ് വേണ്ടത് കൊണ്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു എന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഇതാ കയ്യോടെ അതൊക്കെ ഉണ്ട് ആവുമ്പോഴേക്കും കഴുകിയൊക്കെ കേട്ടോ. എന്നാ പണി കഴിയും. എന്താ പൊന്നാ വിശക്കല്ലേ? വിശക്കാൻ തുടങ്ങിയോ? തലവേദനയാണ് സുഖനിക്ക്. മോത്തൊരു കുരു വന്നോ? ചുക്കുവെള്ളം എന്താ എൻ്റെ ഒരു ശീലമുണ്ട് കേട്ടോ. എൻ്റെ കമ്മൽ ഊരി വെച്ച് കഴിഞ്ഞാലേ പിന്നെ ഞാൻ ആ കമ്മൽ ഇടുകയില്ല. അത് ചീത്ത കേൾക്കണ ഒരാളുടെ അടുത്ത് എന്നാലാണ് ഞാൻ ഈ കമ്മൽ ഇടുള്ളൂ. ഇല്ലെങ്കിൽ ഈ കമ്മലിടാണ്ട് നടക്കും. അതേ ഇതിപ്പോൾ നിവർത്തിയില്ലല്ലോ. ആദ്യം ഇങ്ങനെയായിരുന്നില്ല കേട്ടോ. പൊട്ടൂടില്ല, മലയിടില്ല, കമ്മലിടില്ല, അങ്ങനെ നടക്കുമ്പോൾ എന്നെ അടുത്തുള്ളവരൊക്കെ ചീത്ത പറഞ്ഞു, നിനക്ക് എന്താ അതൊന്നും പറ്റില്ലേ, നിനക്ക് ഇത് ഇട്ടൂടേന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മളില്ലേ എല്ലാവരും ചോദിച്ചിരുന്ന പോലെ നമ്മൾ അവിടെയും ഇവിടെ ആയിട്ട് എന്താ ഭക്ഷണം ഉണ്ടാക്കണമെന്ന് പറഞ്ഞില്ലേ, നമ്മൾ അവിടെയും ഇവിടെ ആയിട്ട് ഇങ്ങനെ പോട്ടേന്ന്. ഇവിടെ നമ്മുടെ പൊന്നുമൊക്കെ അല്ലേ, നമ്മൾ കുറച്ചു നേരം അങ്ങോട്ട് പോവാതിരുന്ന് കഴിഞ്ഞു വെച്ചാൽ പറയും അമ്മ ബാ ഇതടക്കി പറയും. ഇതാണ്ടില്ലേ ഇപ്പൊ അതാ എന്താ കാണിക്കണത് പൊന്നാരി. എന്നിട്ട് മോളിക്ക് കയറ. അയ്യോ അതെന്താണെന്നറിയോ? ഇങ്ങനെ ഇരുത്തിയിട്ട് നമ്മളിങ്ങനെ കാലിങ്ങനെ മോളിക്ക് ഇങ്ങനെ ആക്കി താഴേക്കും ഇങ്ങനെ ആക്കില്ലേ, അത് അവർ ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടാണ് കേട്ടോ അങ്ങനെ ഇരിക്കാൻ വേണ്ടി കാണിക്കണത്. നമ്മുടെ ഇവിടെ ഈ ഷീറ്റിന്റെ ഈ ഷീറ്റിന്റെ ഇവിടെ ഇരിക്കുമ്പോ അല്ലേ നല്ല ചൂട്. 1:45 ബസ് വന്നു കേട്ടോ. നേരെ പൊന്നെ മൂത്രം ഒഴിച്ചോ? ചീനച്ചട്ടി ചോദിച്ചു ഞങ്ങളൊക്കെ അറിയാമെങ്കിൽ പിന്നെ എന്തിനാ പാസ്വേഡ് ഒന്ന്. ഇത് കടന്നിങ്ങനെ തിളച്ച് ഇങ്ങനെ വേവട്ടെ. അപ്പോൾ ചോറിന് മത്തൻ കറി വെച്ചിട്ടുണ്ട് കേട്ടോ. മത്തൻ കറി ഉണ്ട്,
ഉണക്ക ചെമ്മീൻ വറുത്തതുണ്ട്. സുകന്യ ലോക്ക് തുറക്കാൻ നോക്കുക. ഫോണില്ലേ മക്കൾ താഴെ വെക്കായിക്കണില്ല. താഴെ വെച്ച അപ്പം ഫോൺ എടുക്കുക കളിക്കുക. അപ്പം ലോക്ക് ഇട്ടതാണ് കേട്ടോ. നിനക്ക് കിട്ടുന്നുണ്ടോ? ഇങ്ങനെ പിന്നെ ഈ നമ്മുടെ ഈ പ്ലാവിലില്ലേ ഇടിച്ചക്ക ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട്. ചെറിയ ചെറിയ ചക്ക. ഇതിൽ ഇടിച്ചക്കയും ചക്കയും ഉണ്ടാവുമ്പോൾ ഉണ്ടാവും നമുക്ക് ഇവിടെ നിന്ന് ഒരു ഓട്ടം. ഈ ഷീറ്റിക്കില്ലേ പതേ പതേ പറഞ്ഞിട്ട് ഇങ്ങനെ വീഴുമ്പല്ലേ. ഓ ഷീറ്റ് പൊട്ടുകയാണെങ്കിൽ ഷീറ്റ് പൊട്ടില്ല, തകരത്തിന്റെ ഷീറ്റാണ്. എന്ത് ഇത് ശീലാവരുത് കേട്ടോ. ആ മാറി. ചായ ചൂടാക്കാൻ എരിവുപ്പൊക്കെ ഉണ്ടോ? കുരുമുളക് പൊടി ഇടണ മതിയോ? നമ്മുടെ വേനൽക്കാലം ആയി കഴിഞ്ഞു വെച്ചല്ലേ കരിപ്പാത്രങ്ങൾ കഴുകി കഴിഞ്ഞു വെച്ചാൽ നമ്മുടെ നഖത്തിലൊക്കെ കരിയാവും. പിന്നെ നമ്മുടെ ഈ കരി പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ തുണി തിരുമ്പണം അല്ലേ? വേനൽക്കാലത്ത് സോപ്പാകുമ്പോഴേ പോകുള്ളൂ. വേനൽക്കാലമായാലും വേണ്ടില്ല, മഴക്കാലമായാലും വേണ്ടില്ല. ചില സമയത്തൊക്കെ നമ്മൾ പുറത്ത് പോകുന്ന സമയത്ത് നമുക്ക് നല്ല പണി, 8ൻ്റെ പണി കിട്ടാറുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ പാത്രമൊക്കെ ഈ ചട്ടിയിലല്ലേ ചോറ് വയ്ക്കുക, അടുപ്പിൽ ചോറ് വയ്ക്കുക, ചട്ടിയിലൊക്കെ കറി വയ്ക്കുക. അപ്പോൾ ഈ കരിയൊക്കെ ഇങ്ങനെ കഴുകി കഴിഞ്ഞിട്ട് നമ്മൾ ധൃതി പിടിച്ച് നഖമൊന്നും നമുക്ക് ചിലപ്പം വൃത്തിയാക്കുക പറഞ്ഞാൽ സോപ്പിട്ട് തീരുമാനമൊന്നും സമയം കിട്ടിയില്ലെങ്കിൽ നമ്മൾ അങ്ങനെ പോകും. പിന്നെ ആർക്കെങ്കിലും കയ്യൊക്കെ കൊടുക്കുന്ന സമയത്തായിരിക്കും നമ്മുടെ നഖത്തിൻ്റെ ഇവിടെ ഈ സൈഡിലൊക്കെ ചെറിയൊരു കറുപ്പ് കളർ കാണാം. അതുപോലെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ അബദ്ധം. നിനക്കുണ്ടാവാറില്ലേ സുനിത്? എങ്ങനെ പോയാലും നമുക്കത് ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ചിക്കൻ കണ്ടില്ലേ, ഇനി ഒന്ന് ഇരുന്ന് ഇത് വെന്തക്കണോ. അങ്ങനെ നമ്മൾ കുറച്ച് ഗ്രേവി ആയിട്ടാട്ടോ വെച്ചേക്കണത്. എന്നാലാണ് എല്ലാവർക്കും നമുക്കിവിടെ ഇത് തികയുള്ളൂ. അത് കാരണം കുഞ്ഞിനെന്താ ഞാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ സുകന്യെ പോയി ചോറ് എടുത്തിട്ട് വാ. അപ്പോൾ നമ്മുടെ ചിക്കൻ പാർട്സായി. അതാ നമ്മുടെ ചിക്കൻ പാർട്സ് ആയിട്ടോ. കണ്ടോ, നമുക്ക് കുറച്ച് ഗ്രേവി വേണം ചോറിൽ ഇങ്ങനെ ഇങ്ങനെ പെനച്ച് കഴിക്കാൻ കേട്ടോ. അതിന് വേണ്ടിയിട്ട് അപ്പം ആയി. ഇനി ഇതിൻ്റെ മുകളിൽ എന്താ വെക്കുക? ചുക്കുവെള്ളമായി. ഇനി ചുക്കുവെള്ളം അതിൽ വെക്കണ്ട, എന്നാൽ ചൂടാറില്ല. ഇനി എന്തെങ്കിലും തീ പിരിച്ച് നിർത്തുക കേട്ടോ. പുറത്തും വെക്കാൻ പറ്റില്ല തീ പിരിച്ചിട്ട്, നമ്മുടെ പൊന്നൂസിനെ പേടിച്ചിട്ട്. നല്ല ചൂടുള്ള പൊറോട്ടയുടെ കൂടെ അതേപോലെ ബ്രെഡിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാൻ അടിപൊളിയല്ലേ? അപ്പോൾ ഞാനിതും ഇത്രയും വെള്ളമില്ലാണ്ട് വരട്ടിയ പോലെ എടുക്കണം എന്ന് വിചാരിച്ചാണ് കേട്ടോ. അപ്പം അതിന് കുഴമ്പനാക്കി എന്താ അങ്ങനെ എടുത്തു കഴിഞ്ഞു വെച്ചാലില്ലേ നമുക്ക് പിന്നെ തികയുണ്ടാവില്ല എന്ന് വിചാരിച്ചു. ഇത് നമുക്ക് ഒരുപാടൊന്നും കിട്ടില്ലല്ലോ. ഓ ഐസോ ഇറച്ചിയോ? ആ ഇറച്ചി തരാട്ടോ. കീറിയില്ലേ ഡ്രസ്സ്? കീറിയില്ലേ? ഇത് ചുരിദാറിൻ്റെ ഇവിടെ ഇത് കീറിയത് കൊണ്ട് പുറത്തേക്ക് ഇടാൻ പറ്റാത്തതേ. അപ്പോൾ നമ്മൾ വീഡിയോ നിർത്തുകയാണേ. കണ്ടോ, മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലയും കൂടി ഇടാൻ കേട്ടോ. മല്ലിയില ഇല്ല. കഴിക്കട്ടെ. നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് നാളെ കാണാം. അമ്മ ഐസ് വേണത്രേ.